മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധൻ ഭഗവാനോട്, ഭഗവാന്റെ രൂപത്തിനോട് അറ്റാച്ച്ഡ് ആയിരുന്നു. ബുദ്ധന് ഭഗവാന്റെ രൂപത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. ഈ അറ്റാച്ച്മെന്റ് കാരണം അദ്ദേഹത്തെ കണ്ട ഭഗവാനെ പോയി ഒരു തരത്തിലുള്ള നനച്ചില്ല വരുന്നതൊക്കെ അവനെന്ന് തോന്നുന്നു. മാത്രമല്ല അവരാണെന്നല്ലോ ദീർഘകാലം സ്നേഹത്തോടുകൂടി കഴിയുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ ചായ വരും. ഈ വരാൻ സാധ്യതയില്ല. ഒരു തലമുറയുണ്ട് അങ്ങനെയുണ്ട്, ഒരേ ചായ ഫീൽ. കാരണം ചിന്തിച്ച് 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 ഈ വെറുപ്പോടെ ചിന്തിച്ചാലും സ്നേഹത്തോടെ ചിന്തിച്ചാലും സംഭവിക്കും. ബുദ്ധവൻ ഈ സ്വരൂപം കിട്ടിയാണ്. ഭഗവാന്റെ രൂപം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വരൂപ സമാധി അല്ലെങ്കിൽ സ്വരൂപ മുക്തി എന്നൊക്കെ പറയുന്നത് അത്യപൂർവ്വം വരൊക്കെ സംഭവിക്കാം. അത് പൊതുവിൽ നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാലാണ്. ഗണപതി ഉപാസിക്കുന്ന ഒരാൾക്ക് കാണാറത്ത് ആയിട്ടുള്ള ലക്ഷണങ്ങൾ പറയും. ഞങ്ങളുടെ കൽപ്പാത്തി ഗ്രാമത്തിലുണ്ട് അന്ന ഗണപതിയെ വരുത്തുന്നവരാണ്. അമ്മാതിരി ഗണപതി ഉപാസിക്കുന്ന ആളാണ്. ഒരു മാമാണ് ഭഗവാൻ വേറെ ആരെയും അറിയും. ഈ തരണം കൊണ്ട് വേറെ തലയില്ല ലോകത്തിൽ. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു തല ഉണ്ട് എന്ന തരത്തിൽ അംഗീകരിച്ച് ഒരു ഹൈലി ഇന്റലക്ച്വൽ പേഴ്സൺ വേറൊരാളുടെ ഇന്റലക്റ്റിനെ അംഗീകരിച്ച് പറയണമെങ്കിൽ അത് ചിലർ സർട്ടിഫിക്കറ്റ്, പ്രത്യേകിച്ച് ഭഗവാന്റെ കാര്യത്തിൽ നാരദ മഹർഷി വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ക്രിസ്ത്യന്റെ രാജസ്വയം നടക്കാൻ പോകുമ്പോൾ അവിടെ വന്ന് നടത്തി തരണം എന്ന് പറയണ എക്സാക്ട് ആ മൊമെന്റിൽ തന്നെയാണ് ജരാസനന്റെ രാജധാനി, ജരാസനന്റെ രാജധാനിയിൽ കിടക്കുന്ന രാജാക്കന്മാരെ പറഞ്ഞയക്കുന്ന ഒരു ചാരം ഒളിച്ചും പാത്തും പതുങ്ങി വന്നിട്ട് ഭഗവാൻ ഈ ജരാസനന്റെ കയ്യിൽ നിങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഈ പരമകല്യാണമൂർത്തിയായിട്ടുള്ള സർവജ്ഞരായിട്ടുള്ള ഭഗവാൻ ഒരു നാടകം പഠിക്കണമായി ചോദിക്കുക ഉദ്ധവന്റെ അടുത്ത് ഇതിന്റെ ഉദ്ധവ ബുദ്ധിസത്തമ രണ്ട് കാര്യങ്ങളും മുന്നിൽ വന്നിട്ടുള്ളൂ. ഞാനിത് ഏത് ആദ്യം കൊണ്ടു ഇതറിയാത്ത ആളാണ് ഗുരുവായൂരപ്പൻ. പക്ഷെ ഉദ്ധവ പറയാ അങ്ങനെ രാജസൂയത്തിൽ പോകണം, എന്നിട്ട് അതിനെ നിമിത്തമാക്കിയിട്ട് ജരാസന്ധനെ ഭീമനെ കൊണ്ട് വരികയാണ്. എന്താ ഭഗവാന്റെ മനസ്സറിഞ്ഞ് പറയാനുള്ള ഉദ്ധവന്റെ കഴിവ് അങ്ങനെ. കാരണം ഭഗവാൻ ജരാസന്ധനെ കൈകൊണ്ട് കൊല്ലില്ല. കാരണം ഭഗവാന്റെ കൈകൊണ്ട് മരണം കിട്ടിയ അവരെ മുക്തിയാണ്. അത് അവരെ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഭീമനെ കൊണ്ട് കൊല്ലിക്കണം. ഇത് മാത്രമല്ല ഭീമന് സ്വാശ്രയത്വം കൂടുതലും ഭഗവാന്റെ ആശ്രയത്വം കുറവുമാണ്. യുദ്ധം വരുന്നൊരു കാലത്ത് അങ്ങനെ ആയാൽ കുഴപ്പം വരും. ഏത് മഹാഭാരത യുദ്ധം വരും. അതുകൊണ്ട് ഇപ്പോഴേ മൂപ്പരൊന്ന് ട്രെയിനിങ് 27 ദിവസം തല്ലുകൊണ്ടിരിക്കണം ജരാസന്ധനെ. അങ്ങനെ അനവധി കാര്യങ്ങൾ ഭഗവാൻ നമ്മള് ഒരു മാവില് മാങ്ങകൾ തിന്നിട്ട് നമ്മൾ 1000 കല്ല് വലിച്ചെടുത്താലും ഒറ്റക്കല്ല് പോലും ഒരു മാവിനെ കൊള്ളില്ല. ഗുരുവായൂരപ്പൻ കല്ലെടുത്ത് ഓടുമ്പോഴേക്കും 1000 വാങ്ങി താഴും. ആ ബുദ്ധിപൂർവ്വത നമ്മളത് ഭഗവാനെ കൊണ്ട് മാറ്റിയിരിക്കണം. ഇത് ഉദ്ധവന് ഭഗവാന് തുല്യം ബുദ്ധിയുണ്ട്. അതുപോലും ഉണ്ടായിട്ടും ഉദ്ധവന് കുഴപ്പമുണ്ടായിരുന്നു. അത് ഭഗവാന്റെ രൂപത്തിനോട് ഉദ്ധവനെ അറ്റാച്ചാണ്. അതുകൊണ്ടാണ് അദ്ദേഹമാണ് യാദവന്മാരുടെ ആദ്യം മണക്കണം നാടൻ ഭാഷ പറഞ്ഞു ഇങ്ങനെ പോകാറായി. ഇങ്ങനെ സ്ഥലം കൊള്ളാനുള്ള പോക്ക് കൂട്ടുകയാണ്. 126 വയസ്സുള്ള ഭഗവാൻ അതേ പ്രായമുണ്ട്. മാസങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഭഗവാൻ പോകുന്നത് ചിന്തിക്കാൻ പോലും ഉദ്ധവന് സാധിക്കും. ഇത് ഭഗവാനും മനസ്സിലായി. ഭഗവാൻ സന്ദർഭം വരട്ടെ പറഞ്ഞു. ആ മഹാ വിനാശം സംഭവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്ധവനെ അവിടെ പറഞ്ഞേക്കണമെന്ന് നിശ്ചയിച്ചിട്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഏകാദശത്തിന്റെ നമുക്ക് ദശമം അവസാനിക്കും. പിന്നെ 100ാം ദശകമായി സാക്ഷാത്കാരം കിട്ടി അവസാനിപ്പിക്കുകയും ചെയ്തു. നാരായണീയം ഭാഗവതത്തിന്റെ അന്തസത്യമാണെങ്കിലും ഭഗവതി അംഗീകരിച്ചില്ല. ഭഗവതിക്ക് ഭഗവാൻ ഇവിടുന്ന് പോയി വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ കർത്താവഭാവി സാക്ഷാത് എഴുതിയത് തെറ്റായിരുന്നു. അത് ഇവിടെ ഉദ്ധവൻ മനസ്സ് വളച്ചിട്ട് പതുങ്ങി പതുങ്ങി ചെന്നിട്ട് ചോദിക്കുക, എനിക്കിപ്പോ മനസ്സിലായി, എനിക്ക് മനസ്സിലായി ഞങ്ങളെ വിട്ടു പോകാനുള്ള പ്ലാനാണ്. ആരെ കളഞ്ഞാലും എന്നെ കളയും, എന്നിട്ട്
എന്നുള്ള മൂഢത്വത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുവല്ലോ ഉദ്ധവൻ ഇത്രയും ബുദ്ധിസത്തമായിട്ട്. അതിനെ ഗ്രഹിക്കണം. അതിനാണ് ആ പാപത്തിനെ ഒക്കെ പറഞ്ഞു കൊടുത്ത് ഉന്തിത്തടി ഗ്രഹിക്കുക പറഞ്ഞത്. വേർപാടുണ്ടാക്കും, മനഃപൂർവ്വം വേർപാടുണ്ടാക്കും. എന്നിട്ടും എന്തെങ്കിലും ഒന്ന് തരണം. എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങയുടേത്